ജൂൺ 16 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസ്, വിശുദ്ധ ആക്ടിനേയ്, വിശുദ്ധ ഗ്രേച്ചിയാന, വിശുദ്ധ ഔറേയൂസ്, വിശുദ്ധ യൂസ്തീന, വിശുദ്ധ ബെന്നു, വിശുദ്ധ ബെർത്താൾഡൂസ്. വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസ് 1597 1640 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസ് ജീവിച്ചിരുന്നത്. 1597 ജനുവരി 31 ഫ്രാൻസിലെ നർബോൺ രൂപതയിൽ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ഫ്രാൻസിസ് റേജിസ് ജനിച്ചു. 5-ാമത്തെ വയസ്സിൽ നിത്യനരകത്തെപ്പറ്റി അമ്മ നൽകിയ ഒരു ഉപദേശം ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ അഗാധമായി പതിഞ്ഞു. തന്നിമിത്തം അന്നത്തെ ബാലവിനോദങ്ങളിലൊന്നും ഫ്രാൻസിസ് പങ്കെടുത്തിരുന്നില്ല. ഈശോ സഭക്കാരുടെ കോളേജിലാണ് അവൻ പഠിച്ചത്. അവിടെ ഫ്രാൻസിസിൻ്റെ ഗൗരവ സ്വഭാവം ഒരു സംസാര വിഷയമായിരുന്നു. ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും ജ്ഞാനവായനയിലും പ്രാർത്ഥനയിലുമാണ് അവൻ ചെലവഴിച്ചിരുന്നത്. 1616 ഡിസംബർ 8 ഫ്രാൻസിസ് ഡൂളൂസിലെ ഈശോ സഭ നൊവിഷ്യേറ്റിൽ ചേർന്നു. ഏറ്റവും എളിയ ജോലികളായിരുന്നു ഫ്രാൻസിസിന് ഇഷ്ടം. കൂട്ടുകാർ പറഞ്ഞിരുന്നത് ഫ്രാൻസിസ് തന്നെയായിരുന്നു ഫ്രാൻസിസിൻ്റെ പ്രധാന മർദ്ദകനെത്രേ. ടൂർണനിൽ തത്വശാസ്ത്രവും ഡൂളൂസിൽ ദൈവശാസ്ത്രവും പഠിച്ചു. എവിടെയും ഒരു മാലാഖയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. 1630 വൈദിക പട്ടം സ്വീകരിച്ചു. പിറ്റേ വർഷം മോണ്ടെപെല്ലിയറിൽ അജ്ഞതയോടും തിന്മയോടും വിജയപൂർവ്വം സമരം ചെയ്തു. പല കാൽവിനിസ്റ്റുകളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. ഒരു യുവാവിൻ്റെ പാപമിത്രത്തെ മാനസാന്തരപ്പെടുത്തിയതിലുള്ള അമർഷത്തോടെ അയാൾ ഫ്രാൻസിസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം യുവാവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു: പ്രിയ സഹോദര, താങ്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ജീവനർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ആളോട് എന്തിന് ദുഷ്ടമനസ്സോടെ സമീപിക്കുന്നു? മധുരമായ ഈ വാക്കുകൾ കേട്ട് യുവാവ് മനസ്തപിച്ച് അദ്ദേഹത്തിൻ്റെ പാദത്തെങ്കിൽ വീണ് മാപ്പപേക്ഷിച്ചു. പാപികളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പിച്ചി, വേറൊരാൾ മുഖത്ത് പ്രഹരിച്ചു. ഫാദർ ഫ്രാൻസിസ് സ്നേഹാദരത്തോടെ അവരുടെ നേരെ തിരിഞ്ഞു നിൽക്കുക മാത്രം ചെയ്തു. അവരെല്ലാവരും മാനസാന്തരപ്പെട്ട് മാപ്പപേക്ഷിച്ചു. 1640 ഡിസംബർ 26 വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ദിവസം 3 പ്രസംഗത്തിന് ശേഷം കുമ്പസാരം കേട്ടുകൊണ്ടിരിക്കെ മൗലാത്സ്യപ്പെട്ടുപോയി. രോഗം വർദ്ധിച്ച ഡിസംബർ 31 തൻ്റെ കൂട്ടുകാരനോട് ഫ്രാൻസിസ് പറഞ്ഞു: എന്തൊരു സൗഭാഗ്യം! എത്ര സംതൃപ്തിയോടെയാണ് ഞാൻ മരിക്കുന്നത്! സൗഭാഗ്യ നികേതനത്തിലേക്ക് എന്നെ ആനയിക്കാൻ ഈശോയും മറിയവും വരുന്നത് ഞാൻ കാണുന്നു. അന്ന് പാതിരായ്ക്ക് ഈശോ എൻ്റെ രക്ഷക, എൻ്റെ ആത്മാവിനെ അങ്ങ് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം പരലോകപ്രാപ്തനായി. 43 വയസ്സ് പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിശ്രമം ചെയ്ത അധ്വാനമാണ് ഈ അകാല മരണത്തിന് കാരണമായത്. ക്ലെമന്റ് 12 മാർപ്പാപ്പ 1737 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പേര് വിളിച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. ഒരു പാപിയെ ശാസിച്ച നേരത്ത് അയാൾ വിശുദ്ധ ഫ്രാൻസിസിനെ ഒന്ന് പ്രഹരിച്ചു. തത്സമയം അദ്ദേഹം പറഞ്ഞു: താങ്കൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിലും വലിയൊരു പ്രഹരം തരുമായിരുന്നു. വിശുദ്ധൻ്റെ ശാന്തത പാപിയെ മാനസാന്തരപ്പെടുത്തി. സ്വയം വിസ്മരിച്ച് അന്യർക്ക് നന്മ ചെയ്യുക. വിശുദ്ധനായ ജോൺ ഫ്രാൻസിസ് റേജിസെ, ലോകത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.